ഞാൻ ആ സ്കൂളിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഒരു ശവപ്പറമ്പ് പോലെയാണ്. ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചു. മാർക്സിസ്റ്റ് പാർട്ടി നമ്മുടെ യുവമോർച്ചയുടെ യോഗം കലക്കാൻ വേണ്ടി ഗുണ്ടകളിറക്കി. നമ്മുടെ ശ്രീകുമാരേട്ടൻ ആ ഗുണ്ടകളെ പകരം വീട്ടിക്കൊണ്ട് അവരടിച്ച് ഓടിച്ച ശവപ്പറമ്പാണെന്ന്. അപ്പം എൻ്റെ സംസാരം കേൾക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ അണികളായ നിങ്ങളോട്, ആണായാലും പെണ്ണായാലും സഹോദരനായാലും സഹോദരിയായാലും അമ്മയായാലും അച്ഛനായാലും, എനിക്ക് പറയാനുള്ളത്, നമുക്ക് കിട്ടിയിരിക്കുന്ന ജില്ലാ പ്രസിഡന്റ് നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നവരാണ്. ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പാർട്ടി എനിക്കിങ്ങനൊരു ചുമതല തരുന്നത്. ഒരിക്കലും ആഗ്രഹിച്ചിരുന്നല്ല ഇങ്ങനത്തെ ഒരു ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ കുറച്ച് കാര്യങ്ങൾ കേട്ടിങ്ങനെ കാര്യങ്ങൾ ഭംഗിയാക്കി നടത്തിക്കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ വലിയൊരു ചുമതല പ്രസ്ഥാനം എനിക്ക് തന്നപ്പോൾ അത് സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. അതോടൊപ്പം ഒരുപാട് ഈ മൈക്കിൽ പ്രസംഗിച്ചൊന്നും ശീലമില്ല. സാധാരണ പ്രവർത്തകരുടെ കൂടെ അവരെ മനസ്സറിഞ്ഞ് അവരുടെ കൂടെ പ്രവർത്തിച്ചിട്ടാണ് ശീലം. അപ്പോൾ അതുപോലെ തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ ഈ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ തൃശ്ശൂർ ഈ മണ്ഡലത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ തന്നെ 1ാം സ്ഥാനത്തെത്താൻ, നമ്പർ 1 ജില്ലയ്ക്ക് മാറ്റാൻ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുന്ന പ്രതീക്ഷയോടുകൂടി ഇവിടെ എനിക്ക് തന്ന ഈ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രോഗ്രാമിന് പ്രസംഗിക്കാൻ എന്നെ ക്ഷണിക്കുന്നു. ഏതാണ്ട് ഉച്ച കഴിഞ്ഞു, 2 മണി കണ്ടായി ആ പ്രോഗ്രാം തുടങ്ങുമ്പോൾ. ഞാൻ പ്രസംഗിക്കാൻ എനിക്ക് ഒരു 5 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനോജാണോ ഉണ്ണികൃഷ്ണനോ പോണോത്ത് പോകണമെന്ന് അറിഞ്ഞൂടാ, അവരെ വന്നിട്ട് പറഞ്ഞു പ്രസംഗം നിർത്തുമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പകച്ച് പ്രസംഗം നിർത്തി. എന്നെ വലിച്ചു കൊണ്ടുപോയി ഒരു മുറിയിലിട്ടാണ് പൂട്ടി. എന്താ ഇപ്പോൾ ഇവിടെ പ്രശ്നം? പിന്നെ എന്നെ തുറന്നു വിടുന്നത് 2.25 മണിക്കൂർ കഴിഞ്ഞിട്ടാ. ഞാൻ ആ സ്കൂളിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഒരു ശവപ്പറമ്പ് പോലെയാണ്. ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചു. മാർക്സിസ്റ്റ് പാർട്ടി നമ്മുടെ യുവമോർച്ചയുടെ യോഗം കലക്കാൻ വേണ്ടി ഗുണ്ടകളിറക്കി. നമ്മുടെ ശ്രീകുമാരേട്ടൻ ആ ഗുണ്ടകളെ പകരം വീട്ടിക്കൊണ്ട് അവരടിച്ച് ഓടിച്ച ശവപ്പറമ്പാണെന്ന്. അപ്പം എൻ്റെ സംസാരം കേൾക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ അണികളായ നിങ്ങളോട്, ആണായാലും പെണ്ണായാലും സഹോദരനായാലും സഹോദരിയായാലും അമ്മയായാലും അച്ഛനായാലും, എനിക്ക് പറയാനുള്ളത്, നമുക്ക് കിട്ടിയിരിക്കുന്ന ജില്ലാ പ്രസിഡന്റ് നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ കുങ്കുമഹിഞ്ഞ പതാക ധൈര്യമായിട്ട് വലത്തെ കയ്യിൽ എത്തിക്കൊണ്ട് തെരുവീതികളിൽ കൂടെ നടന്നാൽ ഒരു മാർക്സിസ്റ്റുകാരനും എന്താണെന്ന് ചോദിക്കാൻ ധൈര്യപ്പെടുകയില്ല. അതിന്റെ കാരണം ബഹുമാനപ്പെട്ട ഈ ഇരിക്കുന്ന മനുഷ്യന്റെ ശരീരവും ചോരയും ഈ കൊടുങ്ങല്ലൂർ മണ്ണിന് വേണ്ടി അങ്ങേരുടെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരെല്ലാവരും കൂടി നേടിയെടുത്ത ആ സിംഹാസനമാണ് ഈ ജില്ലയ്ക്ക് വരാൻ പോകുന്നത്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് അങ്ങേരോട് സഹകരിച്ച് അങ്ങേർക്ക് ദീർഘായുസ് കൊടുക്കണേ സർവേശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിക്കാം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നന്ദി. ഈ തൃശ്ശൂർ സൗത്ത് ജില്ലയുടെ പ്രിയങ്കനായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ശ്രീകുമാർജി, മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തക സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ആത്മവിശ്വാസം നൽകുന്ന ദിവസമായിട്ടാണ് എനിക്കിന്ന് തോന്നുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചവർ പറഞ്ഞു,
ഒരു ജില്ലയുടെ ഒരു വലിയ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഒരു MP നമുക്കുണ്ടായി. ആ MP ഉണ്ടായപ്പോൾ അത് മനസ്സുകൊണ്ട് സന്തോഷമൊക്കെ ഉണ്ട് നമുക്ക്. എങ്കിലും 3 നിയോജക മണ്ഡലത്തിൽ, സംഘടനാ മണ്ഡലങ്ങളായിട്ടുള്ള 6 മണ്ഡലങ്ങളിൽ അതിൻ്റെ വിജയം വേണ്ട രീതിയിൽ നമുക്ക് ഒപ്പം നിന്ന് ആഘോഷിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചില്ല. കാരണം ഈ ഇരിങ്ങാലക്കുട ഒഴിച്ച് ഉള്ള എല്ലാ സ്ഥലത്തും അത് വലിയ തോതിലൊരു വിജയമായിട്ട് കേരളം മുഴുവനും, നേരത്തെ അനീഷ് പറഞ്ഞോണം, രാജ്യമെമ്പാടും അത് വലിയ വിജയമായിട്ടൊക്കെ ആഘോഷിച്ചെങ്കിൽ കൂടി നമുക്കൊരു പ്രയാസമുണ്ടായി. ഈ വിജയം നാളുകളിൽ നമുക്കും വേണം എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ കുറേ പുറകോട്ട് ഞാൻ ചിന്തിക്കുകയാണ്. നമ്മുടെ പാർട്ടി ഒന്നുമല്ലാത്തൊരു കാലഘട്ടം, കുറച്ച് ആത്മധൈര്യമുള്ള കുറേ ആളുകൾ നിവർന്നു നിന്ന് കൊണ്ടുപോകുന്നൊരു കാലഘട്ടത്തിൽ തൃശ്ശൂരൊക്കെ ഒരു വലിയ പരിപാടി നടത്തി നമുക്ക് നെഞ്ചു വിരിച്ച് നടക്കാനുള്ള ഒരു ആർജവം നമ്മൾ അന്നൊക്കെ ഉണ്ടാക്കിയിരുന്നു. അന്ന് ഞങ്ങളൊക്കെ യുവമോർച്ച കാലഘട്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആദ്യം എല്ലാ വണ്ടികളും ചെല്ലും, അവസാനമാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് വണ്ടി വരാം. സത്യത്തിൽ ആ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാത്തവിടെ നിൽക്കും. അത് വരുമ്പോഴാണ് മനസ്സിനൊരു സന്തോഷം ഉണ്ടാക്കുക. സത്യത്തിൽ ആ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തത് ശ്രീകുമാറാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ പുതിയ കുറേ ആളുകൾക്കത് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ജില്ലയ്ക്ക് ഒന്നാകെ വലിയ ആത്മവിശ്വാസമായിരുന്നു കൊടുങ്ങല്ലൂർ. ഇന്നും അതങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് നാൾ ശ്രീകുമാറിൻ്റെ ഒരു അഭാവം സത്യത്തിൽ അത് ബാധിച്ചിട്ടുണ്ട്, എല്ലാ മേഖലയും ബാധിച്ചിട്ടുണ്ട്. ഞാൻ പ്രഭാരിയായിട്ടൊക്കെ പോകുമ്പോൾ എനിക്കറിയാം, അവിടെയൊക്കെ അതിൻ്റെ ക്ഷീണം നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് എല്ലാവരും പറഞ്ഞ രീതിയിൽ ആശംസകൾ അർപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി കഠിനമായിട്ടുള്ളൊരു പ്രയത്നത്തിൻ്റെ ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. നമുക്ക് വിജയങ്ങൾ കൊയ്യണം. ആ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ പരിപാടി വലുതാക്കിയിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടോ ഒന്നും നമുക്ക് കാര്യമില്ല. നമുക്ക് വിജയിക്കണം. ആ വിജയത്തിന് തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ടായിട്ട് നമ്മുടെ മുന്നിൽ ശ്രീകുമാറുണ്ടാവും. നമ്മളെല്ലാവരും ഒപ്പം നിന്ന് അതിനുവേണ്ടി ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രീകുമാറിനോടൊപ്പം നിന്നാൽ തീർച്ചയായിട്ടും ആ വിജയം ഉണ്ടാകും. അതിന് ശ്രീകുമാർജിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എല്ലാവരെയും നയിക്കാൻ, ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ ശ്രീകുമാർജിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ദൈവം. BJP-യിൽ BMS-ൽ പ്രവർത്തിച്ച് പിന്നീട് BJP-യിൽ പ്രവർത്തിച്ച് തുടങ്ങിയ സമയത്ത് അന്ന് തൃശ്ശൂർ BJP-ക്ക് അധികം ശക്തിയൊന്നുമില്ല. അപ്പോൾ തൃശ്ശൂർ BJP-യുടെ ഏത് പരിപാടി ഉണ്ടെങ്കിലും കൊടുങ്ങല്ലൂരിന്ന് ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിൽ ആൾക്കാർ വന്നെങ്കിലാണ് അവിടുത്തെ സമരങ്ങളൊക്കെ വിജയിക്കുള്ളൂ. അതൊരു എല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമാണ്. കൊടുങ്ങല്ലൂർക്കാർ ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തൃശ്ശൂർ സമരം നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് വരും. അപ്പോൾ എന്തായാലും ആൾക്കാരിലൊക്കെ എല്ലാ BJP പ്രവർത്തകരുടെ വലിയൊരു ആവേശം. നമുക്കറിയാം, നമുക്ക് എത്ര ശക്തി ഉണ്ടെങ്കിലും മുന്നിൽ നിന്ന് നയിക്കാൻ നല്ലൊരു ലീഡർ ഉണ്ടാവുന്ന സമയത്താണ് ആ ശക്തിയുടെ മുഴുവൻ ഒരു പ്രതിഫലനം നമുക്ക് കാണുവാൻ സാധിക്കുക. ഇപ്പം നമുക്കറിയാം, നരേന്ദ്രമോദി BJP നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വന്ന സമയത്താണ് നമുക്ക് വലിയൊരു മാറ്റം. BJPക്ക് ശക്തി ഉണ്ടായിരുന്നു, പക്ഷെ നല്ലൊരു ലീഡർ വന്ന സമയത്താണ് ആ ശക്തിയുടെ ഫുള്ളായിട്ടുള്ളൊരു പ്രതിഫലനം നമുക്കുണ്ടായിട്ടുള്ളത്. അതേപോലെ നമുക്കറിയാം, ഇപ്പോൾ ഈ സൗത്ത് ജില്ലേനെ സംബന്ധിച്ച് വളരെ ജിയോഗ്രാഫിക്കലായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ട് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഇപ്പോൾ ഇവിടുന്ന് ചാലക്കുടി, ഇരിങ്ങാലക്കുടയൊക്കെ ഒരേ ഡിസ്റ്റൻസാണ്. അപ്പോൾ വളരെ ചേർന്ന് കിടക്കുന്ന ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഈ സൗത്ത് തൃശ്ശൂർ സൗത്ത് ജില്ല. അപ്പോൾ അതുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് ഏറ്റവും നല്ല ഇതാണ്. അപ്പോൾ നമുക്കറിയാം, അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അത് വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലൊക്കെ വലിയ മുന്നേറ്റം ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.